മുൻ റയൽ മാഡ്രിഡ് പരിശീലകനായിട്ടുള്ള സാബി അലോൻസോ ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: കളിക്കാർക്ക് ഇത്രയും പവർ നൽകാൻ പാടില്ല. ക്ലബ്ബ് എപ്പോഴും കളിക്കാരുടെ പക്ഷം ചേരുകയാണെങ്കിൽ പരിശീലകന് ഡ്രസ്സിംഗ് റൂം നിയന്ത്രിക്കുക അസാധ്യമാണ് എന്നാണ് സാബി അലോൻസോ വ്യക്തമാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മത്സരം, അതായത് റയൽ മാഡ്രിഡും ബാർസലോണയും തമ്മിൽ നടന്നിട്ടുള്ള ഫൈനൽ മത്സരം, അതായത് സാബി അലോൻസോ നിയന്ത്രിച്ച അവസാന റയൽ മാഡ്രിഡ് മത്സരമായിട്ടുള്ള സാബി അലോൻസോ നിയന്ത്രിക്കുന്ന അവസാന റയൽ മാഡ്രിഡ് മത്സരമായിട്ടുള്ള ബാർസലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം, അതായത് ഫൈനൽ മത്സരത്തിൽ കുറെ നാടകീയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിൽ നമ്മൾ ഏറ്റവും കണ്ടൊരു സംഭവമായിരുന്നു സാബി അലോൻസോ കുറച്ച് കാര്യങ്ങൾ, ഒരു കാര്യം പറഞ്ഞപ്പോൾ സാബി അലോൻസോ പറഞ്ഞ ആ കാര്യം ആ ടീമിലെ പ്ലേയേഴ്സ് ഒന്നും കേൾക്കാതെ വേറെ ഭാഗത്തേക്ക് പോകുന്ന ഒരു, എന്താ പറയുക, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവം. തീർച്ചയായിട്ടും അത് കണ്ടപ്പോൾ ആസ് ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ വളരെയധികം സങ്കടം തോന്നി. കാരണം ഒരു ടീമിൻ്റെ, പ്രത്യേകിച്ച് ഒരു റയൽ പോലത്തെ ഒരു ടീമിൻ്റെ കോച്ചിനെ എന്താ പറയുക, ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സങ്കടം തോന്നി. ഞാൻ ഒരു കാര്യം പറയട്ടെ, റയൽ മാഡ്രിഡും ബാർസലോണയും, ഈ രണ്ട് ക്ലബിലെ റയൽ മാഡ്രിഡും ബാർസലോണയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് അറിയാം. ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ പറയാം. അതായത് ബാർസലോണ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു വയസ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിടിലൻ ടീമാണ്. അവരിപ്പോൾ നമ്പർ 1 ആണ്. അവർ എന്താ പറയുക, ഫുൾ സെറ്റാണ്. ആ ടീം ഫുൾ സെറ്റാണ്. റയൽ മാഡ്രിഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ പോരാ, അവര് ആകെ മോശമാണ്, ആകെ മോശ അവസ്ഥയിൽ പോകുന്നത്. ഇവർ തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ടീം അവരുടെ കോച്ചിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ബാഴ്സലോണ എടുത്തു നോക്കിയേ, അവര് ഫ്ലിക്കിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. എൻ്റെ മോനങ്ങളൊന്ന് കണ്ടു നോക്ക്. ചില കളിയിലൊക്കെ ഒരു ക്ലിപ്പുണ്ട്, സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ക്ലിപ്പ് ട്രെൻഡായിട്ടുണ്ടായിരുന്നു. അതായത് എന്താ ഫ്ലിക്ക്, അതായത് ബാഴ്സലോണയുടെ കോച്ച് ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ റാഫിന് വന്നിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിക്കുന്നൊരു രംഗമുണ്ട്, എന്തൊക്കെ ചെയ്യേണ്ട, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൈ വെച്ച് കണ്ടെങ്കിൽ ചെയ്യുന്നൊരു രംഗം. അതാണ് ഞാൻ ഒരു കാര്യം പറയാണ്, 100% പറയാണ്, ബാർസലോണ എന്ന് പറയുന്ന ആ ടീം ഇന്ന് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ബാർസലോണ ടീമിലത്തെ പ്ലേയേഴ്സ്, ആ ടീമിൻ്റെ കോച്ചിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് ഏറ്റവും വലുതാണ്. അത് റയൽ മാഡ്രിഡ് ടീമിലെ ആളുകൾ അവരെ കോച്ചിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനോടുള്ള കേൾക്കുമ്പോൾ. നിങ്ങളുടെ മറുപടി എന്താണെന്നാണ് താഴെ കമൻ്റ് ആയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.